അല്ല, സ്വാഭാവികമായിട്ടും ഞാൻ വിശ്വസിക്കുന്ന പാർട്ടി എല്ലാവരും അങ്ങനെ ഇരിക്കുന്നത് അവരവരുടെ പാർട്ടിക്ക് ഏറ്റവും നല്ല വിജയം ഉണ്ടാവണം. BJP സംബന്ധിച്ചിടത്തോളം പരമാവധി സീറ്റുകൾ കരസ്ഥമാക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അനുകൂലമായ കാലാവസ്ഥയാണ്. പിന്നെ SIRൻ്റെ എഫക്റ്റ് എന്തായിരിക്കും ആർക്കും അറിയില്ല. കാരണം വളരെയധികം വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഏറ്റവും അനുകൂലമായ കാലാവസ്ഥയിൽ പരമാവധി സീറ്റുകൾ നേടുന്നതാണ് വിശ്വാസം. അവസാനം പാലക്കാടൊക്കെ ഒരു വിവാദമൊക്കെ വന്നു ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടൊക്കെ. അതെ, കാണുന്നുണ്ടായിരുന്നു. മറ്റു മണ്ഡലങ്ങളെയും കൂടെ ബാധിക്കുമോ? അല്ല, വിവാദങ്ങൾ എപ്പോഴും ഇലക്ഷൻ്റെ ഒരു ഭാഗം തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇന്നത്തെ കാലത്ത് ഈ വിവാദം ഉണ്ടായതാണോ ഉണ്ടാക്കിയതാണോ ഇതെല്ലാം ഇനി തെളിയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പോലീസായാലും ഇലക്ഷൻ കമ്മീഷനൊക്കെ നടപടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കൂടുതൽ എനിക്ക് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ശ്രീമതി ശോഭയും അതുപോലെ തന്നെ പാർട്ടിയുടെ വശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാനും ആ ഭാഗത്താണ് നിൽക്കുന്നത്. എന്തായാലും ഈ അന്വേഷണം കഴിഞ്ഞാൽ എൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവുമല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളെന്നുള്ള നിലയിൽ ഇപ്രാവശ്യത്തെ ട്രെൻഡ് നോക്കുമ്പോൾ BJPയുടെ സാധ്യത എത്രത്തോളാണ്? 12 സീറ്റിന് ചുരുങ്ങിയത് കിട്ടുന്നതാണ് BJP കൊടുക്കുന്ന കണക്കെന്ന് മനസ്സിലാവും. സീറ്റ് എത്ര കിട്ടുമെന്ന് പറയുന്നില്ല. പക്ഷേ ഞാൻ ഈ 57 വർഷം ഭൂമിയിൽ ജീവിച്ച് നമ്മൾ ധാരാളം ഇലക്ഷൻ കണ്ടു. ചെറുപ്രായം തൊട്ടേ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ അന്ന് നമുക്ക് പ്രവർത്തിക്കാൻ ആളില്ലാത്തൊരു കാലമുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആളായി, എല്ലാം കൊണ്ടും ബലമായി. ഇന്നിപ്പോൾ BJPക്ക് എത്ര സീറ്റ് കിട്ടുന്നുള്ളൊരു ചോദ്യം തന്നെ BJP സംബന്ധിച്ചിടത്തോളം ഒരു വളർച്ചയുടെ ഒരു ഘടകമായിട്ടാണ് കാണിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കാലത്ത് താമര വിരിയില്ലെന്ന് പറഞ്ഞു, താമര വിരിഞ്ഞു. ഇനിയിപ്പോൾ എത്ര താമര വിരിയുന്നുള്ളതിലോട്ട് എത്തണമെങ്കിൽ അത് BJPയുടെ മുന്നേറ്റമാണ്. അത് നരേന്ദ്രമോദി എന്നൊരു വ്യക്തിയുടെ വ്യക്തിപ്രഭാവം തന്നെ വളരെയധികം ബാധിക്കും. ഇത്തവണത്തെ ഇലക്ഷനിലും നരേന്ദ്രമോദി ഫാക്ടറാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഞങ്ങളെല്ലാം സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. അപ്പം അതുണ്ടായില്ല. ഒടുവിൽ പോളിംഗിന്റെ തലേ ദിവസം ഒരു സ്ഥാനം അങ്ങേ തേടി എത്തുകയും ചെയ്തു. എന്താണ്? സ്വാഭാവികമായിട്ടും സ്ഥാനങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ വേണം. ഇല്ലാതെ പ്രവർത്തിച്ചത് ഇതുവരെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാനെല്ലാം തുറന്നു പറയുന്ന ഒരാളാണ്. കാരണം എനിക്ക് ഇന്നൊരു സ്ഥാനം വേണം. പക്ഷേ പാർട്ടി തീരുമാനിക്കുന്ന എന്നേക്കാൾ മെച്ചപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മളെന്താ ചെയ്യേണ്ടത്? പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക. അപ്പോൾ പാർട്ടി എൻ്റെ അടുത്ത് വടക്കോട്ട്, ഞാൻ പാലക്കാട് കോഴിക്കോടൊക്കെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനിടയ്ക്ക് ട്രിവാൻഡ്രം എല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് ഭാര്യയുടെ അച്ഛൻ മരണപ്പെടുന്നു. അപ്പോൾ ഞാനും അദ്ദേഹമായിട്ട് വളരെ അടുത്ത ബന്ധമായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം ഇവിടെ വന്നു. അതിനുശേഷം വീണ്ടും തിരുവനന്തപുരത്തിന് മുരളിച്ചേട്ടൻ അവിടെ ആണെങ്കിലും വർക്കലയിലൊക്കെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ സ്ഥാനമാനങ്ങൾ അത് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ജോലി എടുത്തു കഴിഞ്ഞാൽ ഒരു ജോലിയും പാഴാവില്ല. കാരണം ഇന്ന് തന്നെ ഇപ്പോൾ NFDC ചെയർമാനായിട്ട് ഇന്നലെയാണ് എന്നെ അറിയിക്കുന്നത്. അങ്ങേറ്റം സന്തോഷമാണ്. സ്വാഭാവികമായിട്ടും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഏകദേശം 4 പതിറ്റാണ്ടായിട്ട് നമ്മൾ ജോലി ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഉണ്ടായ അനുഭവങ്ങളെല്ലാം വെച്ച് നമുക്ക് NFDC ചെയർമാനായിട്ട് ഭാരതീയ സിനിമയ്ക്ക് നല്ല സംഭാവനകൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ ചുമതല ഏറ്റെടുത്ത് നിർവഹിക്കാൻ പറ്റുന്നതാണ് വിശ്വാസം. മാത്രമല്ല, ഞാൻ ആദ്യം ഒരു ജേർണലിസ്റ്റായിട്ടാണ് തുടങ്ങുന്നത്. ദൂരദർശനിൽ ന്യൂസ് എടുക്കാൻ റിപ്പോർട്ടറായിട്ടാണ്. അതുകൊണ്ട് എല്ലാ മേഖലയുമായിട്ട് സഹകരിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളോടും പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ എന്നെക്കൊണ്ട് ഈ ജോലിയിൽ, ഈ പദവിയിലിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്നെ സമീപിക്കാം. അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ പരമാവധി വേണം ഈ ഒരു നല്ല സമയത്ത്.